ഏതൊരു ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമുക്കിന്ന് 12/7/2024 ട്രേഡുകൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ചാർട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നിഫ്റ്റി 50 പോകാം. ചാർട്ടിലോട്ട് ഇന്നലത്തെ ട്രേഡിംഗ് സെക്ഷനിൽ മാർക്കറ്റ് ഒരു സെൽ സൈഡിലോട്ട് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം പ്രതീക്ഷകളെ വീണ്ടും അസ്ഥാനത്തിലാക്കിക്കൊണ്ട് മാർക്കറ്റ് വീണ്ടും അപ്പ് സൈഡിലോട്ട് പോകാനുള്ള പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിക്ക് താഴെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ നമ്മൾ കണ്ടായിരുന്നു. 24,200 എബോവ് മാർക്കറ്റ് നന്നായിട്ട് സസ്റ്റെയിൻ ആവാനായിട്ടുള്ള ചാൻസ് വൈകുന്നേരമേ നമുക്ക് ട്രേഡിംഗ് സെക്ഷൻ്റെ ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡ് എടുത്തവർക്ക് ഓക്കെ, ദാറ്റ് വാസ് ഗുഡ് ട്രേഡ്. പക്ഷേ എൻ്റെ 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ചു, കുഴപ്പമില്ല. 1-2 ട്രേഡുകൾ എനിക്ക് നല്ല രീതിക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്സൈഡിലോട്ടുള്ള പോകാനുള്ള പൊട്ടൻഷ്യൽ ഇപ്പോഴും മാർക്കറ്റിന് ഉണ്ട്. സോ മാർക്കറ്റ് ഇന്നത്തെ ഈ ഒരു മദർ ക്യാൻഡിലായിട്ട് തൊട്ട് മുമ്പത്തെ ഡേ, അതായത് 10-7 വെനസ്ഡേയുടെ ഈ ട്രേഡിംഗ് സെക്ഷനിലുള്ള ഈ ക്യാൻഡിൽ ഒരു മദർ ക്യാൻഡിലായിട്ട് നമുക്ക് ആക്ട് ചെയ്താൽ നമുക്ക് ഇതൊരു ഇൻസൈഡ് പാറ്റേൺ ക്രിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പ് സൈഡ് ബ്രോക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും അപ്പ് സൈഡ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഡൗൺ സൈഡ് പോയി കഴിഞ്ഞാൽ 20 EMA വരെ വീണ്ടും റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ്. 20 EMAയിലോട്ട് മാറ്റുക. സ്കാൽപ്പിങ്ങിൻ്റെ മോഡാണ്. 20 EMAയിലോട്ട് മാറ്റുമ്പോഴേക്കും നമുക്ക് ഒരു റിജക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പോവാം. ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഇതേ കണ്ടീഷനായിരുന്നു. 52 ലെവൽ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കണ്ടു, എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ. പക്ഷെ ഇത് ബ്രോക്കായി താഴെ പോയപ്പോഴേക്കും ഒരു അൺസർട്ടനിറ്റി ഫീൽ ഉണ്ടായിരുന്നു. എനിവേ വീണ്ടും ഒരു 20 EMAയിലോട്ട് റിജക്ഷൻ വരുന്നുണ്ട്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് 20 EMAയിൽ റിജക്ഷൻ വന്നതിന് ശേഷം കുറച്ചുകൂടെ താഴോട്ട് പോകുന്ന ഇതിൻ്റെ മേജർ കമ്പോണൻ്റ് ആയിട്ട് HDFCയിലോട്ട് നമുക്ക് പോകുമ്പോഴേക്കും എക്സാക്ട്ലി ഒരു പിൻബാർ പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഹൈ പോകുമ്പോഴേക്കും ഇന്നലെ എൻട്രി എടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാനും കുറച്ച് സ്റ്റോക്സ് എൻട്രി ചെയ്തിട്ടുണ്ട് ഫോർ ലോങ് ടേം. ഞാൻ ഇപ്പോഴൊന്നും വിൽക്കുന്ന ഇതില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 years എങ്കിലും നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ ഡബിൾ എമൗണ്ടിന് മേളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ പറ്റും. ഡെഫിനറ്റായിട്ട് ഇതിനകത്ത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് തുടങ്ങിയത്. മന്ത്ലി ചാർട്ടൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് പ്രോമിസിങ് ആയിട്ട് തോന്നുന്നു. എനിവേ നമുക്ക് ഈ മാർക്കറ്റിൻ്റെ ഹൈ ബ്രോക്കായി മുകളിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. HDFCയിൽ ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് കിടക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് അപ്സൈഡ് പോവാതെ ഈ റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ താഴോട്ട് വരുന്ന ലെവലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യുക. ഇപ്പോൾ ഒരു മൈനറായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എൻ്ററായി നിൽക്കുക. താഴോട്ട് പോകുന്നവരും നമുക്ക് ആഡ് ചെയ്യാം. ലോങ് ടൈമിനത്തേക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് HDFCയിൽ ഒരു ട്രെൻഡ് ലൈൻ മന്ത്ലി ചാർട്ടിലുണ്ട്. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഈ റേഞ്ച് 1470 റേഞ്ചിലൊക്കെ നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊരു നെഗറ്റീവ് പിൻബാറാണ് നമുക്ക് മന്ത്ലി ചാർട്ടിൽ HDFCയിൽ കിട്ടിയിരിക്കുന്നത്. HDFCയിൽ കിട്ടുമ്പോഴേക്കും ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ ബ്രേക്ക് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് വരും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിലൊക്കെ സൂപ്പറായിട്ട് ഒത്തിരി ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ ഈ ഒരു, അതായത് 100 പോയിൻറ്റ് താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടി വരും. 1360 ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നിരുന്നാലും മാർക്കറ്റ് ലോങ് ടൈമിലത്തേക്ക് മാർക്കറ്റ് ബുള്ളിഷ് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. പാറ്റേൺസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ, മന്ത്ലി ചാർട്ടാണേ. മന്ത്ലി ചാർട്ടിൽ ഈ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഹെവി ആയിട്ടത് ബൂം ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് HDFC എപ്പോഴും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവേണ്ട സ്റ്റോക്ക് തന്നെയാണ്. എനിവേ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകാം. ഗ്ലോബൽ മാർക്കറ്റിലും ഇന്നലത്തെ ട്രേഡിംഗ് സെക്ഷൻ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിരുന്നു. എഗൈൻ അത് നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതുപോലെ 40-200 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പൊട്ടൻഷ്യലി അത് ബ്രോക്കായി അത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യലുണ്ട് അപ്സൈഡ് പോകാനായിട്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെയും നമുക്ക് നല്ലോണം ബാധിക്കും. ഇന്ന് വെള്ളിയാഴ്ച സ്ഥിതിക്ക് സെൻസെക്സ് എക്സ്പയറിയാണ്. പോരാത്തതിന് പൊസിഷൻസ് എല്ലാം ഒന്ന് ഹോൾഡിങ് വെച്ചിരിക്കുന്ന പൊസിഷൻസ് എല്ലാം ഒന്ന് സെൽ ഓഫ് ചെയ്യാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. മാർക്കറ്റിൽ അനുസരിച്ചുള്ള ട്രേഡിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക.
അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയിലോട്ട് പോകുമ്പോഴേക്കും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിരിക്കുകയാണ്, ചെറിയൊരു ഗ്യാപ്പ് അപ്പ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ വിക്സിലോട്ട് പോകുമ്പോഴേക്കും ഇന്ത്യ വിക്സ് നന്നായിട്ട് കൂളായി, വീണ്ടും അഗെയിൻ അതിൻ്റെ അൺസർട്ടനിറ്റി വീണ്ടും കുറയുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇത് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള പൊട്ടൻഷ്യലുണ്ട് ഇന്ത്യൻ വിക്സിൻ്റെ കാര്യം നോക്കുമ്പോൾ. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ് എല്ലാം അപ്സൈഡ്, നാസ്ഡോക്ക് ചെറിയൊരു നെഗറ്റീവ്, കുഴപ്പമില്ല. ഡാക്സ് കാക്സ് ഫിച്ചി എല്ലാം ഒരു അപ്സൈഡിൽ തന്നെയാണ് നേരെ ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അപ്പാണ്. എനിവേ 10-year ബോണ്ട് നോക്കുമ്പോഴേക്കും രണ്ടും ചെറിയ രീതിക്ക് അപ്സൈഡിലോട്ട് നിൽക്കുകയാണ്. ഇത് നെഗറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലും ബ്രന്റ് ഓയിലും ഡോളർ ഇൻഡെക്സും എല്ലാം പോസിറ്റീവ്ലി ട്രേഡ് എടുക്കുകയാണ്. ഇത് ചെറിയൊരു നെഗറ്റീവ്നെസ് ഉണ്ട് മാർക്കറ്റിൽ, നമുക്കിത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. യുക്തമായ രീതിയിൽ ട്രേഡ് എടുക്കുക, സ്റ്റോപ്പ് ലോസുകളെല്ലാം സൂപ്പറായിട്ട് കീപ്പ് ചെയ്യുക. 1:2 എങ്കിലും റിസ്ക് റിവാർഡിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഹാപ്പി ട്രേഡിംഗ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.